ഈ തേപ്പെന്ന് പറയുന്നത് ഈ വീട് തേച്ചിരിക്കുന്നത് സിമെൻറ്റും മണലും ഇല്ലാതെയാണ്. സിമെൻറ്റും എംസാൻഡും ഇല്ല. സാധാരണ വീട് പണിയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനും ഒരു കെട്ടിട പണിക്കാരനായിരുന്നു. അങ്ങനെ തേച്ച് ഇത് കെട്ടിക്കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത് സിമെൻറ്റും മണലില്ലെങ്കിൽ മണലുണ്ടെങ്കിൽ മണലില്ലെങ്കിൽ എംസാൻഡ് തട്ടുന്നത്. ഇവിടെ വെറും ഒരു എന്താ പറയുക ക്ലേ പോലെ ഒരു സാധനം, കുമ്മായം പോലെ പാക്കറ്റ്, കുമ്മായം പോലെ അത് 50 കിലോയുടെ പാക്കറ്റ് ഇത് കൊണ്ട് അടിക്കും. ഞാൻ അന്ന് ചോദിച്ചു ഇത് വെച്ചാൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോഴത്തെ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാർ. അപ്പം ഞാനൊന്നും മിണ്ടാതെ പറയുന്നത്, എനിക്ക് വർക്കറിയാം, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഈ വീടിൻ്റെ അതാണ് തേപ്പ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ തറകെട്ട്, ഇതിൻ്റെ ഭിത്തികെട്ട്, ഇതിൻ്റെ കോൺക്രീറ്റ് ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു. ബാക്കി ഇതിൻ്റെ ഇത് തേച്ചത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ഈ കുമ്മായം കൊണ്ട് തേച്ചത് കൊണ്ട് മുഴുവനും മഴ നനഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക പുറകിൽ. ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയുന്നെന്ന് പറഞ്ഞപ്പം രേണു പറഞ്ഞ പച്ച കള്ളമാണെന്ന്. കാരണം രേണുവിനിപ്പം ഒരു സോഷ്യൽ മീഡിയ വഴി ഭയങ്കര സൈബർ അറ്റാക്ക് ഉള്ള ഒരാളാണല്ലോ. ഇവന്മാരിങ്ങനെ യൂട്യൂബർമാരിങ്ങനെ രേണുവിനോടൊന്നും പറഞ്ഞ് ഇട്ടിട്ട് ഇങ്ങനെ പോവുക. ഇത് കണ്ടിട്ട് ഈ നമുക്ക് ഈ വീടുണ്ടാക്കി തന്ന ഇദ്ദേഹവും പറയാം രേണു പറഞ്ഞ പച്ചക്കള്ളം എന്ന് പറഞ്ഞ് രേണുവിന് കുറേ കാര്യങ്ങൾ.